അല്ല, ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ KS പരീക്ഷയെ പറ്റി ഉയർന്നു വന്നിട്ടുണ്ട്, ആരോപണം വന്നിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ മാർക്ക് അറിയാൻ പാടില്ല ഇന്റർവ്യൂ നടത്തുന്നവർ. പക്ഷെ ഇവിടെ പല ഇന്റർവ്യൂ നടത്തിയിരിക്കുന്നത് പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞിട്ട് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ, മാർക്ക് കുറഞ്ഞവരെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ള എല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അല്ലല്ല, അത് നോക്കും, പരിശോധിക്കും. അല്ല, അത് ഹോം ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പ് അതിന്റെ പരാതികളുടെ ഗൗരവം അനുസരിച്ചുള്ള തീരുമാനമെടുക്കും. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് അവരുടെ വിവേചന അധികാരമാണ്, ആഭ്യന്തര വകുപ്പിന്റെ. അല്ല, അവർ നിശ്ചയിക്കും, ആഭ്യന്തര വകുപ്പ്. അടുത്ത ഈ ചോദ്യം, തീർച്ചയായിട്ടും. അല്ല, ഈ അന്വേഷണത്തിന്റെ ഭാഗമായി PSCക്ക് വന്നിട്ടുള്ള PSC എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിന്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷെ അന്വേഷിക്കും, കാരണം അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. രണ്ട് മൂന്ന് ചോദ്യമായി. ഇനി എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങോട്ട്. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചോ, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ചോദിച്ചോ, 2, 3, 4 പേര് ചോദിച്ചോ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? അത് പറഞ്ഞല്ലോ, അത് അന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഗവൺമെന്റിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ അന്ന് വൈകുന്നേരം 5 മണിക്ക്. അല്ല, ചോദിക്കണം, ഇത് ചോദിക്കണം. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചു. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇനി ആർക്കെങ്കിലും ഉണ്ടോ? അല്ല, അതൊന്നും ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഞങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം, റിപ്പോർട്ട് ചെയ്യുന്നവർ.